ജൂലൈ 10 14 ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായി 10 7 മുതൽ 15 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ ദാനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു ധനികൻ ദുഃഖിതനായി. ആ ഉപദേശം സ്വീകരിക്കാൻ കഴിയണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ കൂടുതൽ പ്രാർത്ഥിക്കുന്തോറും നിരാശയിലേക്ക് അയാളുടെ ദുഃഖം വർദ്ധിച്ചു. ഒരു ദൈവദൂതൻ അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. എൻ്റെ മകനെ, നീ എന്തിനാണ് ഇത്ര വ്യസനിക്കുന്നത്? ദൂതൻ ചോദിച്ചു. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ ദാനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ കാരണമാണ് ഞാൻ വിഷമിക്കുന്നത്. എന്തുമാത്രം ഞാൻ നൽകണം? വീണ്ടും 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 നൽകേണ്ടതുണ്ടോ നിർത്താതെ? ഓ വേണ്ട, ദൂതൻ പറഞ്ഞു. യജമാനൻ നിങ്ങൾക്ക് നൽകുന്നിടത്തോളം മാത്രം നിങ്ങൾ നൽകിയാൽ മതി. ഇന്നത്തെ സുവിശേഷത്തിൽ രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കാനും ദുർബോധങ്ങളെ പുറത്താക്കാനും യേശു ശിഷ്യന്മാരെ അധികാരപ്പെടുത്തുന്നു. തുടർന്ന് യേശു ശിഷ്യന്മാരോട് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അവർ പണമോ അധിക വസ്ത്രങ്ങളോ ചെരുപ്പുകളോ കൊണ്ടുപോകരുത്. അവർ സേവിക്കുന്ന ആളുകളുടെ ഔദാര്യത്തിൽ വിശ്വസിക്കാൻ യേശു അവരെ ആഹ്വാനം ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ളത് നൽകപ്പെടുമെന്ന് അവർ വിശ്വസിക്കണം. പിന്നെ യേശു പറയുന്നു, നിങ്ങൾക്ക് പണം നൽകാതെ ലഭിച്ചു, പണം നൽകാതെ നൽകുക. നാം യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ ഇന്ന് അവൻ നമുക്കും രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കാനും ദുർബോധങ്ങളെ പുറത്താക്കാനുമുള്ള കഴിവ് നൽകി നമ്മളെ ശക്തിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാ ദിവസവും നമുക്ക് സമൃദ്ധമായി നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളും കൃപകളും മറ്റുള്ളവരുമായി പങ്കിടാൻ അവൻ നമ്മെ വിളിക്കുന്നു. മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ദാനങ്ങളും കൃപകളും പലപ്പോഴും നമുക്ക് നിസ്സാരമായി തോന്നാം. ഒരു സഹായഹസ്തം നൽകുക, ഏകാന്തത അനുഭവിക്കുന്ന ഒരാളെ സന്ദർശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ കണ്ടുമുട്ടുന്ന ഒരാളെ നോക്കി പുഞ്ചിരിക്കുക. തീർച്ചയായും ഇന്ന് നിങ്ങളുടെ സമൃദ്ധി പങ്കിടാൻ നിങ്ങൾക്ക് തികഞ്ഞ ഒരു അവസരം ലഭിച്ചേക്കാം. നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ശ്രദ്ധ എന്നിവയിൽ ഉദാരത പുലർത്തുക. അതിലും വലിയ സമ്മാനമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.